ഏറെ സുപരിചിതനായ ഒരാൾ നമുക്ക് അഭിമുഖമായി നടന്നു വരുമ്പോഴും ചിലപ്പോൾ അയാളെ ഒന്ന് നോക്കാതെ ഒരു പുഞ്ചിരി പോലും തിരിച്ചു നൽകാതെ ചിലപ്പോഴെങ്കിലുമൊക്കെ നാം കടന്നു പോയിട്ടുണ്ട്. ഒരു നോട്ടത്തിൽ, ഒരു പുഞ്ചിരിയിൽ ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതിൽ വലിയ സ്നേഹമുണ്ട്, വലിയ കരുതലുണ്ട്, വലിയ ഒരു ആത്മബന്ധമുണ്ട്. അഭിമുഖമായി വരുന്നയാളെ ഒന്ന് നോക്കുവാനുള്ള മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് കൊല്ലം രൂപതയുടെ അഭിമന്യ മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവാണ്. അഭിമന്യ പിതാവേ, എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങേക്ക് സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സുഖമായിരിക്കുന്നു പിതാവെ, ഭാരതത്തിലെ പ്രഥമ രൂപത, ഈ തീരദേശവുമായി ബന്ധപ്പെട്ടാണ് രൂപത നിലകൊള്ളുന്നത് തന്നെ. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അങ്ങ് ഏറ്റെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? 1329 സ്ഥാപിതമായ കൊല്ലം രൂപത മതപീഡനത്താൽ തന്നെ വലിയ ശക്തമായിട്ട് നിലനിന്നില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ ആ രൂപതയിലെ മക്കൾ വിശ്വാസത്തിൽ നിലനിൽക്കുകയായിരുന്നു. കാരണം അവരെ ആദ്യത്തെ മെത്രാൻ താനയിൽ വെച്ച് രക്തസാക്ഷിയായ വ്യക്തിയാണ് ജോർദാനുസ് കറ്റലാനി ദെ സെവറാക്ക്. തുടർന്ന് യാക്കോബൂസ് എന്ന ഒരു മെത്രാനെ നിയമിച്ചു എന്ന് കാണുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു രേഖയും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് പോർച്ചുഗീസുകാരുടെ വരവിൻ്റെ സമയത്താണ് ഗോവയിൽ നിന്നുള്ള പോർച്ചുഗീസ് മിഷണറിമാർ വരുന്നത്. ഫ്രാൻസിസ്കൻസും ജസ്യൂട്ടന്മാരും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ചും ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ്റെ മിഷൻ പ്രവർത്തനം ഈ കൊറമണ്ടൽ കോസ്റ്റിൽ തന്നെയായിരുന്നു. കന്യാകുമാരി മുതൽ കൊച്ചി പ്രദേശം വരെ ഉള്ള തീരത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അന്നും തീരദേശത്തുള്ളവർ ചൂഷിതരാണ്. ഇന്നത്തെ കൊല്ലം രൂപത അതിൻ്റെ വടക്കേ അതിർത്തി പമ്പയാറ് തന്നെയാണ്. പാണ്ടനാട് മുതൽ ഉള്ള പമ്പയാറിൻ്റെ, അച്ചൻകോവിലാറിൻ്റെയൊക്കെ തീരങ്ങളിൽ വസിക്കുന്ന കൊല്ലം രൂപതാംഗങ്ങൾ അങ്ങ് തോട്ടപ്പള്ളി ബണ്ട് വരെ, അത് കഴിഞ്ഞ് തോട്ടപ്പള്ളി പൊഴിമുഖം വരെയുള്ളത്. ക്രിസ്തീയ സാന്നിധ്യം വളരെ കുറവാണ്, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സിൻ്റെത്. എങ്കിലും അവർ ശക്തമായിട്ടുണ്ട്. മാവേലിക്കര ഇടവകകളിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ ശൂരനാടിൻ്റെ തെക്ക് വഴി വരുമ്പോൾ ഭരണിക്കാവ് വഴി പുത്തൂരിൻ്റെ താഴത്തുള്ള പ്രദേശം വരെ മുതൽ എഴുകോൺ ജംഗ്ഷൻ വരെയാണ് കൊല്ലം രൂപതയിലെ പുനലൂരുമായിട്ടുള്ള അതിർത്തി. അവിടെ നിന്ന് പിന്നെയും ആയൂർ റൂട്ടിലേക്കുള്ള പാരിപ്പള്ളി വരെയുള്ള റോഡും, അവിടെ നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് കാപ്പിൽ അഴിമുഖം വരെയുള്ള അത്രയും സ്ഥലത്താണ് കൊല്ലം രൂപത വ്യാപിച്ച് കിടക്കുന്നത്. അതിൻ്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗമായിട്ടുള്ളത് അറബിക്കടലാണല്ലോ. അപ്പോൾ ഈ പ്രദേശത്താകെ ഉള്ള ക്രിസ്ത്യാനികളിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. കായലിലും പുഴയിലും മത്സ്യബന്ധനം നടത്തുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊല്ലം രൂപതയിൽ 75% മത്സ്യത്തൊഴിലാളികളാണ്. അസംഘടിതരായിരുന്ന മത്സ്യത്തൊഴിലാളികളെ കൊല്ലം രൂപതയിൽ സംഘടിപ്പിച്ച് നേതൃത്വം നൽകിയത് മോൺസിഞ്ഞോർ ആൽബർട്ട് പരിശുവളയും വൈദികരുമൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോൾ അവരുടെ ശക്തി കണ്ടിട്ട്
ശിഥിലത അവരുടെ ഇടയിൽ കൊണ്ടുവരികയും സ്വതന്ത്രമായി നിൽക്കുന്നതിനെ തടയത്തക്കവണ്ണം രാഷ്ട്രീയ പാർട്ടികൾ അത് മുതലെടുക്കുകയും ചെയ്തു. ഇന്ന് കൊല്ലം രൂപതയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വെറും ചട്ടുകങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളി നേതാക്കൾ പെരുമാറുകയും മത്സ്യത്തൊഴിലാളികൾ അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ്. ആൽബർട്ട് പരിശോളയച്ചൻ്റെയും മറ്റച്ഛന്മാരുടെയും നേതൃത്വത്തിൽ നേടിയെടുത്ത അവകാശങ്ങൾ പോലും ഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. മത്സ്യത്തൊഴിലാളി മക്കൾക്കുള്ള സ്കോളർഷിപ്പും പെൻഷനുകളുമൊക്കെ രാഷ്ട്രീയ കോമരങ്ങൾ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അവിടെയാണ് കരിമണൽ ഖനനവും മറ്റ് ഖനനങ്ങളും പോർട്ട് വരികയും അവർക്ക് സ്വതന്ത്രമായി നടത്തിയിരുന്ന മത്സ്യബന്ധനത്തിന് ഒത്തിരി വിഘാതം സൃഷ്ടിക്കുകയും കടൽ ഇറോഷൻ വഴി അവരുടെ സ്വന്തം പട്ടയത്തിലുള്ള സ്ഥലം നഷ്ടപ്പെടുകയും അവിടുന്ന് പോകണമെന്നൊക്കെയുള്ള വരുന്നത്. ഇവിടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ അവരെ ആഹ്വാനം ചെയ്യുമ്പോഴും അവരെ അകറ്റി നിർത്തുന്ന ഒരു വലിയ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവരെ നുണ പ്രചരണങ്ങൾ തീർച്ചയായും എൻ്റെ മക്കളെ വിഭജിക്കുകയും തമ്മിലടുപ്പിക്കുകയും ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഉത്തരവാദിത്വത്തിൽ പ്രവാചക ശബ്ദമായി മുന്നേറണം, അവരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അതിന് എൻ്റെ വൈദികരുടെയും എൻ്റെ ഇടവകയിലെയും രൂപതകളിലെയും എല്ലാ അംഗങ്ങളെയും പ്രചോദിപ്പിക്കുകയും ചെയ്യണമെന്ന് ഉള്ള ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ 4 വർഷമായിട്ട്. കടലിനോട് മല്ലടിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് വളരെ താഴേക്കിടയിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. സർക്കാർ തലങ്ങളിൽ നിന്നും മറ്റും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടു പോകുന്നത് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം രൂപത ഈ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്? രൂപതയുടെ ഇടപെടലുകളിൽ പലപ്പോഴും ശിഥിലമാക്കപ്പെട്ട് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയനായിട്ട് നിന്നതിനെ തന്നെ തകർക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിന് ബദലായിട്ട് പോർട്ടുകൊല്ലം ഇടവകയ്ക്കകത്ത് രാഷ്ട്രീയ കക്ഷിഭേദമില്ലാതെ ഒരു പ്രത്യേക ലേല ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു അവിടുത്തെ ലാൻഡിംഗ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അവരെ തകർക്കുവാൻ കത്തോലിക്ക നാമധാരികളായ ഇവിടുത്തെ ഏരിയകളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ഇത് ഒരു പ്രത്യേക ജാതിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അതിനെ പല വിധത്തിൽ തകർത്തു. അതിന് നേതൃത്വം നൽകിയ വികാരി അച്ഛനെ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുത്തുകയൊക്കെ ചെയ്തു, കൈക്കാരനുമെതിരായിട്ട്. എന്നിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ പണം അപഹരിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് വരെ കൊടുത്ത സംഭവമുണ്ട്. ഞാനത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ എനിക്ക് നല്ല എതിർപ്പ് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാണ് സത്യം. പക്ഷേ അത് മനസ്സിലാക്കാതെ ജനങ്ങൾ വിഭജിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഏകോപിപ്പിക്കുവാൻ ഒരു സമിതിയും മറ്റുമുണ്ടായത് പോലും നിർജ്ജീവമായി പോയ ഒരു ദുഃഖത്തിലാണ് ഇവിടെ. രാഷ്ട്രീയമായ ഇടപെടലുകൾ മത്സ്യത്തൊഴിലാളികളെ ശിഥിലമാക്കുന്ന ഒരു സമീപനമാണ് സമീപകാലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ പിതാവേ? അതെ അതെ. ഓക്കെ, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതിനകത്ത് പോർട്ട് കൊല്ലത്തെക്കുറിച്ച് പറഞ്ഞു. തോമസ് ലീഹായുടെ 7 പള്ളികളുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഒന്ന് പോർട്ട് കൊല്ലം പള്ളിയാണ്. തോമസ് ലീഹായുടെ സാന്നിധ്യം ഈ ദേശത്തൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പോർട്ട് കൊല്ലം ദേവാലയം എത്ര ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് പിതാവേ? തോമസ് ലീഹ സ്ഥാപിച്ച വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ തന്നെ സജീവമായ വിശ്വാസമായിട്ടുണ്ട്. തോമസ് ലീഹായുടെ ആ പ്രചോദനത്താൽ രൂപം കൊണ്ട പള്ളി കടലിൽ തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. പള്ളിക്കല്ല് എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ കല്ലിൽ നിന്ന് അല്പം ഛേദിച്ചെടുത്ത് ഇപ്പോഴത്തെ പോർട്ടുകൊല്ലം പള്ളിയിൽ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും തോമസ് ലീഹയുടെ ആ ചൈതന്യത്തിൽ തന്നെയാണ് 3-ോ 4-മത്തെയോ പള്ളിയാണ് അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് പോർട്ടുകൊല്ലം. ഇവിടെ ഉള്ള ആ വിശ്വാസികളുടെ ജീവിത രീതിയിൽ തന്നെ മറ്റ് ഇടവകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഭയോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യവും വിശ്വാസമുള്ളൊരു സമൂഹമാണ്. അവിടെയാണ് നിരീശ്വര
പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ കടന്നു കയറി ആദ്യം വിശ്വാസമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസം എന്ന ആളുകളെയൊക്കെ മാറ്റുന്നത്. ബിഷപ്പ് ബെൻസിഗർ സ്ഥാപിച്ച അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥശാലയെ ഇപ്പോൾ എപ്രകാരമാണ് മാറ്റിയിരിക്കുന്നതെന്ന് അവിടെ പോകുമ്പോൾ കാണാം. ഞാൻ വേറൊരു കമൻറ്റും അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിടുത്തെ ആളുകൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്. ബിഷപ്പ് ബെൻസിഗറിനെ തമസ്കരിച്ചുകൊണ്ട് ഒരു പാർട്ടി നേതാവിൻ്റെ പേര്, പരേതനായ പ്രമുഖനായ ഒരു നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പേരിട്ട് ഒരു ലൈബ്രറിയായി അവിടെ വിശ്വാസത്തിന് വിപരീതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ആ ലൈബ്രറി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്ക് കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ വിശ്വാസത്തിൽ ഒരുമിച്ച് മുന്നേറുക തന്നെയാണ്. പിതാവെ, കൊല്ലം രൂപതയിൽ ഏകദേശം എത്രത്തോളം ക്രൈസ്തവ സമൂഹമുണ്ട്? നമുക്ക് എത്രത്തോളം ദേവാലയങ്ങളാണുള്ളത്? ഏകദേശം വൈദികരുടെ ഒരു എണ്ണവുമൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ കഴിയുമോ? നമ്മൾക്ക് 118 പള്ളികളുണ്ട്. ഇടവകളുടെ എണ്ണം ഞാൻ അച്ഛന്മാരുടെ എണ്ണം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. കാരണം അച്ഛന്മാരെ ആ രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 83 ഇടവകളാണുള്ളത്. പിന്നെ ചിലതൊക്കെ ക്വാസി പാരിഷുകളാണ് ഇടവകയായിട്ട്. കാരണം വർഷങ്ങളായിട്ട് ഇടവകയാകേണ്ടതാണ്, പക്ഷേ ക്വാസി പാരിഷുകളാണ്. പിന്നെ ചിലയിടത്ത് ക്രിസ്തീയ സമൂഹം മെയിൻ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിലും അവർക്ക് പ്രത്യേകമായൊരു ദേവാലയം പോലും ഇല്ലാത്ത ഒരവസ്ഥ, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു ചെറിയൊരു കുരിശടി മാത്രമായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുവാൻ BCC കൂട്ടായ്മകൾ വഴി വൈദികർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, രൂപത ആസ്ഥാനം തന്നെ കടലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഏറെ അധിവസിക്കുന്ന പ്രദേശമാണ്. 2 പ്രകൃതിക്ഷോഭങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. കൊറോണ കാലമാണ്. ഈ കാലങ്ങളിൽ രൂപത ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പിതാവേ? രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനം മെയിനായിട്ടും സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴിയാണ് ചെയ്യുന്നത്. കൂടാതെ എൻ്റെ ആഹ്വാനമനുസരിച്ച് രൂപതയിലെ ഓരോ ഇടവകളും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇടവകയ്ക്കകത്തും പുറത്തും സഹായം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് പെരുമ്പുഴ, കുരിപ്പള്ളി എന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള രൂപതയുടെ ഒരു ശ്രദ്ധ പതിക്കത്തക്കവണ്ണം രൂപതയിലെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇടവകളുമൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വലിയ സന്തോഷമുണ്ട്. കാര്യം രൂപത അവിടെയൊക്കെ സഹായഹസ്തമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായും എല്ലാവരെയും പൂർണ്ണമായ സഹകരണം ഞാൻ കാണുന്നുണ്ട്. രൂപതയിലെ എല്ലാ മക്കളും അത് സഹകരിച്ച് സഹായങ്ങൾ ചെയ്യുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ കോവിഡിൻ്റെ സമയത്ത് 15 വൈദികർ പ്രത്യേകമായിട്ട് കോവിഡ് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം കൊല്ലം രൂപതയിലെ KCYM അംഗങ്ങളാണ് ഈ മരിച്ചടക്കിനൊക്കെ PP കിറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ ആയിട്ട് ആദ്യമൊക്കെ ഇതിൻ്റെ രൂക്ഷമായ സമയങ്ങളിൽ ഇറങ്ങിയത്. KCYMകാർ ചെയ്ത ആ 15 വൈദികർ ചെയ്ത ആ വലിയ സേവനത്തിന് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയാണ്. അവരുടെ വലിയ ഒരു റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത്. കാരണം മരിച്ചടക്കിനുള്ളത്, അതുപോലെ ക്രിമേഷൻ നടത്തേണ്ടി വരുന്ന സാഹചര്യം. കാരണം ഞങ്ങൾക്കിവിടെ പലയിടത്തും ആഴത്തിൽ കുഴിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ നേതൃത്വം നൽകി അതുകൊണ്ടൊന്നും വളരെ വിശുദ്ധിയോടുകൂടെ തന്നെ കുർബാനയോടൊക്കെ കൂടെ ചിതാഭസ്മം കല്ലറയിൽ നിക്ഷേപിക്കുന്ന കർമ്മങ്ങളുമൊക്കെ ചെയ്യാനായിട്ട് അവർ മുൻപോട്ട് നിന്നിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസജനകമായിട്ടാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചിലരൊക്കെ അതിനെ വിമർശിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾ ചെയ്ത സേവനം വലുതാണ്. അപ്പോൾ സാമൂഹ്യ സേവന സമിതി രൂപതയിൽ ഓരോ BCCയുമായിട്ടുണ്ട്. അവരും അവരുടേതായ രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യം ഓരോ ഇടവകയിലും ചെയ്യുന്ന പ്രവർത്തനമാണ്. വൈദികരും അജപാലന സമിതി അംഗങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ തീരദേശത്തൊരു കമ്മിറ്റിയുണ്ട്. ഇവിടെ പ്രശ്നങ്ങളുണ്ടാകാൻ പരിഹരിക്കത്തക്ക വണ്ണം ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. തീരദേശ വൈദികരും ഇവിടെയുള്ള സംഘങ്ങളിലെ അംഗങ്ങളും പിന്നെ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെയുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ട് പ്രത്യേകിച്ച് പല ഇഷ്യൂസ് വരുമ്പോൾ ഒരുമിച്ച് കൂടുന്നുണ്ട്.
അവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും സർക്കാർ തലത്തിൽ അതിനുള്ള സ്വാധീനങ്ങൾ ചെലുത്താറുമുണ്ട്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഞാൻ പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതൊരു വൈദികനെയും കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവവിളിയുടെ പ്രചോദനം എന്തായിരുന്നുവെന്ന്. എന്താണ് അങ്ങയുടെ പ്രചോദനം? സ്കൂൾ പഠനകാലത്തുള്ള 2 അനുഭവങ്ങളാണ് എന്നെ കൂടുതലും വൈദികനാക്കാൻ പ്രേരിപ്പിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അത് ഷിഫ്റ്റ് സമ്പ്രദായത്തിലുള്ള പ്രൈമറി സ്കൂളായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ അവിടുത്തെ തന്നെ അധ്യാപികയായ, ഞങ്ങൾ പാട്ടമ്മ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന സിസ്റ്റർ ബെനഡിക്റ്റയുടെ ക്ലാസ്സിൽ സമയം മുഴുവനും ഇരിക്കുമായിരുന്നു, ക്ലാസ് സമയം അല്ലാത്തപ്പോൾ. അപ്പോൾ സിസ്റ്റർ എന്നെ ചാപ്പലിലും മറ്റൊക്കെ കൂട്ടിക്കൊണ്ടു പോവുകയും ആ പ്രാർത്ഥനയ്ക്ക് എന്നെ പ്രചോദിപ്പിക്കുകയും, ഒരിക്കലും അച്ഛനാകണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ സിസ്റ്റർ എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുപോകും. എനിക്കത് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുഞ്ഞിലെ തന്നെ വീട്ടിൽ കുർബാന കഴിഞ്ഞ് വന്നിട്ട് കീറിയ കയരിയെടുത്ത് കുർബാന കുപ്പായം പോലെ എടുത്തിട്ടിട്ട് കുർബാന ചൊല്ലുമായിരുന്നു എന്നാണ് എൻ്റെ സഹോദരങ്ങളും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു കുഞ്ഞിലെ തന്നെ ഇതിനോടൊരു ആഭിമുഖ്യം വീട്ടിലുള്ള ഭക്തിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഉണ്ണീശോയുടെ രൂപം തൊടാനായിട്ട് പറഞ്ഞപ്പോൾ ജീവനുള്ള ഈശോയെ എടുക്കുവാനുള്ളതിനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണ് കാര്യമെന്ന് അറിയില്ലായിരുന്നു. തിരുവാല സഖ്യത്തിൽ ചേർന്ന അവസരത്തിലും ഉണ്ണീശോയുടെ രൂപം പിടിക്കാൻ അനുവാദം കിട്ടിയില്ല. അവസാനം എനിക്ക് കിട്ടിയത് ഫ്ലവർ വേസ് പിടിക്കാനാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ആ സമയത്തും ആ സിസ്റ്ററിനോട് പറഞ്ഞത്, രൂപമല്ല, യഥാർത്ഥത്തിൽ ഈശോ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്കെന്തെങ്കിലും ദർശനമുണ്ടായി കാണും, എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ വെറുതെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ പറയും. പക്ഷേ അതെന്നെ ഒത്തിരി പ്രചോദിപ്പിച്ച ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടവകയിൽ ബഹുമാനപ്പെട്ട പോൾ ക്രൂസ് അച്ഛൻ വികാരിയായിട്ട് വന്നു. അപ്പോൾ എൻ്റെ പേരും അച്ഛൻ്റെ പേരും ഒന്നാണ്. അന്നത്തെ പാപ്പയുടെ പേര് പോളാറവൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെടും. അപ്പം എന്നെ പിള്ളേരെല്ലാം പോൾ ക്രൂസ് അച്ഛനെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ പേരല്ലാതെ വേറെ പേര് പറയുമ്പം എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ ചെന്ന അച്ഛനോട്, ഇവരെ എന്നെ കളിയാക്കുക എങ്ങനെ പറയുന്നത്, ബഹുമാനക്കുറവല്ലേ എന്ന് പറയുമ്പം, പോൾ ക്രൂസ് അച്ഛനൊന്നും അവർ വിളിക്കേണ്ടെന്ന് പറ, പോളാറവൻ പാപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതും എന്നെ ഒരു എക്ലേസിയാസ്റ്റിക്കൽ ശ്രേണിയിലേക്ക് താല്പര്യത്തോടെ നോക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള ഒരവസരം. അങ്ങനെയാണ് അപ്പോസ്റ്റലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ വന്നപ്പോൾ അവിടെ ക്ലാസ്സിൽ വെച്ച് ചോദിച്ചു, ആര് അച്ഛനാകാൻ പോകുമെന്ന്. അപ്പോൾ 4ാം സ്റ്റാൻഡേർഡിൽ കൈ ഉയർത്തിയതിൽ ഒരു കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതെൻ്റേത് മാത്രമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അത്ഭുത ജീവിയായിട്ട് നോക്കുകയായിരുന്നു. കാരണം ആ സമയത്ത് അവിടെയൊക്കെ ഈ വിശ്വാസത്തിനെതിരായിട്ടുള്ള പലതും പ്രചരിക്കുന്നൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് തന്നെയാണ് അവരെല്ലാം അന്ന് മുതൽ അവരെന്നെ അച്ഛാന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ പറയാം, എന്നെ അച്ഛാന്ന് വിളിക്കരുത്, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ്. അങ്ങനെ സെമിനാർ സെലക്ഷൻ്റെ വന്നപ്പോൾ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ പോയി വികാരി അച്ഛനെ നിന്ന് ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്യിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞാണ് വീട്ടിൽ അപ്പച്ചൻ അറിയുന്നത് എന്നെ സെമിനാറിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ പറയായിരുന്നു, എൻ്റെ മോന് ഒരു ലക്ഷ്യബോധമുണ്ട്, ലക്ഷ്യബോധമുള്ളവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാനും സാധിക്കും, അതോടൊപ്പം പ്രാർത്ഥിക്കുക. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? മാതാപിതാക്കളുടെ പേരുകൾ, സഹോദരങ്ങൾ. എൻ്റെ അപ്പച്ചൻ ആൻ്റണി ഗബ്രിയൽ മുല്ലശ്ശേരിയാണ്. എൻ്റെ അമ്മ മാർഗ്രറ്റ്. എൻ്റെ അമ്മച്ചി അവരുടെ കുടുംബത്തിൽ ഏറ്റവും ഇളയതായിരുന്നു. അമ്മച്ചിയുടെ 4ാം വയസ്സിൽ അമ്മച്ചിയുടെ അമ്മ ഡയബറ്റിക്കായിട്ട് മരിച്ചു. അപ്പച്ചൻ്റെ അപ്പൻ എനിക്ക് 2 വയസ്സുള്ളവർ ഇതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പച്ചൻ്റെ അമ്മയും അപ്പനുമൊക്കെ അത് എൻ്റെ സഹോദരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മൂത്ത സഹോദരൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കുഞ്ഞിലെയാണ്. അപ്പം അപ്പച്ചൻ അത് ബേസിക്കായിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പം സ്വന്തം പുരയിടത്തിലും മറ്റുള്ളവർക്കും ഒക്കെ പോയി ജോലി ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്ത് അങ്ങനെ. അതോടൊപ്പം അപ്പച്ചനൊരു ഹോബിയായിട്ടോ അല്ലെങ്കിൽ ഒരു മിഷനായിട്ടോ ഉണ്ടായിരുന്നതാണ് വൈദ്യം. അത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യമായിരുന്നു, മൃഗവൈദ്യനായിരുന്നു. അമ്മച്ചി ഇടയ്ക്ക് കയർ വിരിക്കാൻ പോയിട്ടുണ്ട്, വേറെ ജോലിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു. നിർധനരും നിസ്സഹായരുമായിട്ടുള്ള അനവധി ആളുകൾ അധിവസിക്കുന്ന ഒരു രൂപതയാണ് കൊല്ലം രൂപത. ഈ ജനങ്ങളുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ കാണുമ്പോൾ അങ്ങയുടെ മനസ്സ് എത്രത്തോളം ആശങ്കപ്പെടുന്നുണ്ട്? ഇവിടെ സഹായത്തിനായിട്ട് വരുന്നവർ മാത്രമല്ല, രൂപതയിലെ പൊതുവായ ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ
കടം കയറി നിൽക്കുന്നവരുണ്ട്. ഈ അടുത്ത് തന്നെ ജപ്തി ആകാൻ പോകുന്ന ആളുകളുണ്ട്. അവരെ സഹായിക്കുവാനായിട്ട് ഇടവകയിൽ അജപാന സമിതി വിളിച്ചു കൂട്ടിയപ്പോൾ തന്നെ എതിര് പറഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. അവരെ എങ്ങനെ സഹായിക്കുമെന്നുള്ളൊരു പദ്ധതി അപ്പം വികാരിയച്ഛനോട് സംസാരിച്ചപ്പോൾ വികാരിയച്ഛനോട് പറഞ്ഞൊരു സംഗതി വികാരിയച്ഛൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതും കൂടെയാണ്. ചെറിയ ഒരു കളക്ഷൻ എടുത്ത് അത് ഇങ്ങനെയുള്ള കടമുള്ളവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാക്കി തീർക്കാൻ. കാരണം ചെറിയ കോൺട്രിബ്യൂഷനിൽ അതിൽ ചേരുന്നവർക്ക് അവരെ കടങ്ങൾ വീട്ടാൻ പറ്റുന്ന ഒരു ലോൺ പോലെ എടുക്കത്തക്ക വിധത്തിൽ, പലിശയില്ലാതെ എടുക്കത്തക്ക വിധത്തിലോട്ട് സംവിധാനം അങ്ങനെയോ. കാരണം ഒത്തിരി പേര് പലിശ ഘടകത്തിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് ഒക്കെ വളരെയധികം കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ നമ്മൾക്ക് പദ്ധതികൾ നമ്മൾ ഇടുന്നതോടൊപ്പം സർക്കാരിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് വീട് വയ്ക്കാനും മറ്റുമൊക്കെയുള്ള സഹായത്തിനുള്ള പദ്ധതികളാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഓരോ ഇടവകയിൽ ഞങ്ങൾക്കൊരു 2020 പദ്ധതി ഉണ്ടായിരുന്നു. അത് വീണ്ടും ഒന്ന് തിരിച്ചുകൊണ്ട് അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു പരിപാടിയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബം മെച്ചപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറി ജോലി ലഭിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പരിപാടി രൂപതയിൽ എൻ്റെ മുൻഗാമി തുടങ്ങി വെച്ചതിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാനൊരു കോർപ്പസ് ഫണ്ട് ആരംഭിച്ചു. പക്ഷേ ആർക്കും അതിനെ കുറിച്ച് വ്യക്തമായിട്ടില്ല ഇനി ഒന്നുകൂടെ. കാര്യം കോവിഡിൻ്റെ സമയത്താണത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ആരംഭമൊക്കെ കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് അവരെ തൊഴിൽ അധിഷ്ഠിത ജോലികളിലേക്ക് പ്രേരിപ്പിക്കാൻ തക്കവണ്ണമുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രതിഭോദയം എന്ന പദ്ധതിയിൽ നിന്ന് അവർ കൂടുതൽ ഹയർ സ്റ്റഡീസിലേക്ക് പോയിക്കൊണ്ട് അവിടെ പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള പദ്ധതികളാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ സമിതിയും സാമൂഹ്യ സേവന സമിതിയും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിനുള്ള രേഖകളൊക്കെ ശരിയായി. പക്ഷേ ഓരോ ഇടവകളിലുമൊക്കെ വിദ്യാഭ്യാസ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങയുടെ മുൻഗാമികളായ 2 അഭിമന്യ പിതാക്കൾ വിശ്രമ ജീവിതത്തിലാണ്. അവരുടെ സേവനങ്ങളെ, രൂപതയ്ക്ക് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജോസഫ് പിതാവ് തീർച്ചയായിട്ടും രൂപതയുടെ ശക്തമായ അടിത്തറ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി, കാരണം പല വിധത്തിലും പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന അവിടെ അദ്ദേഹം ചെയ്ത ഒരു വലിയ സേവനമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊക്ലർ അച്ഛൻ വഴി നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ തിരികെ എടുക്കുവാനുള്ള പദ്ധതികളും അവിടെ കയ്യേറിയവർക്ക് ആയിട്ടൊരു സെറ്റിൽമെൻറ്റിനുമൊക്കെ തയ്യാറായത്. അതോടൊപ്പം ബിഷപ്പ് ജെറോം ട്രസ്റ്റിൻ്റെ കീഴിൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണവും അതുവഴി രൂപതയ്ക്ക് നേട്ടമുണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വിദ്യാഭ്യാസപരമായിട്ട് +2 അതിൻ്റെ സ്കൂളുകൾ അനുവദിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും അദ്ദേഹം പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിലേറെ അദ്ദേഹം ആത്മീയമായിട്ട് വളരെ തക്കവണ്ണം ഓരോ ഇടവകളിലും വൈദികർക്ക് പ്രത്യേകമായിട്ട് ഇടവകളെ വിഭജിച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഒരു ക്രാന്തദർശിത്വവും തീർച്ചയായിട്ടും ഓരോരുത്തർക്കും മാതൃകയാണ്. പലപ്പോഴും പള്ളി പണിയണം, വലിയ പള്ളി പണിയണം എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവിടെ ആവശ്യമായത് ചെയ്യാൻ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി പിതാവിൻ്റെ കാലത്ത് അദ്ദേഹം കൂടുതലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളിലും നിർബന്ധമായിട്ടും എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും രാവിലെ ദിവ്യബലിക്ക് മുമ്പ് അരമണിക്കൂറുള്ള ആരാധന പിതാവ് ഏർപ്പെടുത്തി. അതുപോലെ സെമിനറിക്കാർക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലമൊരുക്കി. പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപനം, അത് ശരിക്കും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് രൂപതയോട്. അപ്പോൾ അന്നേരം ആരംഭിച്ചത് ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേതൃത്വം അദ്ദേഹം നൽകിയത്. അതുപോലെ തന്നെ രൂപതയിലെ വൈദികരുടെ കൂട്ടായ്മകളെ അദ്ദേഹം പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആ കൂട്ടായ്മകളിലൂടെ തന്നെ അദ്ദേഹം ആത്മായ ശക്തീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ള ശക്തീകരണങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ആളുകൾ പിരിഞ്ഞു പോകുന്നൊരു രീതി വന്നിട്ടുണ്ടെങ്കിലും KLCയെ മുഖ്യധാരയായിട്ട് KRCCയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. എങ്കിലും പലപ്പോഴും KLCയിൽ നിന്ന് അത്രയും
ശക്തമായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ എല്ലാ ഇടവകളിൽ നിന്നും തന്നെ സംഘടനയെ അംഗത്വമെടുപ്പിച്ച് കൊണ്ടുവന്ന് പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെ ശക്തമായൊരു നേതൃത്വം അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിതാവേ, അങ്ങയുടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി വരുന്നതുകൊണ്ട് അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അവസാനമായി ഒരു വാക്കിൽ എന്താ പറയാനുള്ളത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരോടൊപ്പം നമ്മൾ കക്ഷി രാഷ്ട്രഭേദമന്യേ ഒരുമിച്ച് നിന്നാൽ പാവപ്പെട്ടവരുടെ അവകാശങ്ങളും അവരുടെ സുസ്ഥിതിയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് ഏറ്റവും വലിയ ദൈവസേവനമാവും. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. കൊല്ലം രൂപതയുടെ പ്രവർത്തനങ്ങളും ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള ആകുലതകളെയും അതിനിടയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെയാണ് രൂപതയുടെ മെത്രാൻ അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവ് നമ്മോട് പങ്കുവച്ചത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് അഭിവന്യ പിതാവെ അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അവരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ, ഒരു കുശലം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വൈദികൻ്റെ അനുഭവങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എനിക്കും നിങ്ങൾക്കും ഒത്തുചേരാൻ കഴിയട്ടെ. അതുവരെ നിങ്ങളെയും എന്നെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.